ഉപവാസ പ്രാർത്ഥന തീരുമ്പോഴത്തേക്ക് ചിലത് നടക്കാൻ പോവുകയാണ്. ഞാൻ കാണുന്നു ഇസ്ഹാക്ക് എത്രമാത്രം കുഴിച്ചിട്ടും മണ്ണിനെ ശത്രുക്കൾ മണ്ണിട്ട് മൂടി. പക്ഷെ ഇതാ ലാസ്റ്റ്, ഇതാ സമയം കഴിഞ്ഞു. ഇനി പിശാചിന് അനുവാദമില്ല, ദുഷ്ടാത്മാക്കൾക്ക് അനുവാദമില്ല, പിശാചിന്റെ ശക്തികളാൽ അനുവാദമില്ല, ഈ ഭൂമിയുടെ ശക്തിക്ക് അനുവാദമില്ല. പറഞ്ഞതുപോലെ തന്നെ അബ്രാഹാമിന് ദൈവം ഒരു കുഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഇതുവരെ അബ്രാഹാം ദൈവത്തെ അറിഞ്ഞത് ഒന്ന്, ദൈവം സർവ്വജ്ഞാനി എന്ന് അറിയുന്നവൻ മാത്രം. ഇപ്പോൾ അബ്രാഹാം തിരിച്ചറിഞ്ഞു, ദൈവം സർവ്വജ്ഞാനി മാത്രമല്ല, അവൻ സർവശക്തൻ. ഹല്ലേലൂയ. ഇതുവരെയും അബ്രാഹാം ദൈവത്തെ അറിഞ്ഞത് ദൈവം സർവ്വജ്ഞാനി എന്നെ അറിയുന്നവൻ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ അബ്രാഹാം തിരിച്ചറിഞ്ഞു, കുഞ്ഞുങ്ങളില്ലാതിരുന്ന എനിക്ക്, ഡോക്ടർമാരാൽ അത് അസാധ്യം, എനിക്കത് അസാധ്യം, എന്റെ ചിന്താമണ്ഡലത്തിൽ അത് അസാധ്യം, പക്ഷെ ദൈവമാണ് അത് സാധ്യം. എത്ര പേര് വിശ്വസിക്കുന്നു? ചില വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് അസാധ്യം, ചില ദൂതുകൾ നിങ്ങൾക്ക് അസാധ്യം, നിങ്ങളെ കൊണ്ട് അത് ഏറ്റെടുക്കാനോ ഗ്രഹിക്കാനോ കഴിയുന്നില്ല. പക്ഷെ ദൈവത്താൽ ഇത് ചിലത് സാധ്യമാക്കാൻ പോവുകയായിരിക്കും, ചിലത് സാധ്യമാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞു. 22-ാം അധ്യായത്തിൽ അവിടെ കാണുന്നു, ദൈവം അബ്രാഹാമിനോട് പറയാ, അബ്രാഹാമേ, നിനക്ക് ഏകജാതനെ കിട്ടില്ല, കുഞ്ഞിനെ കൊണ്ടുപോയി മോര്യമ്മയെ കൊണ്ടുപോയി അവനെ യാഗം കഴിപ്പിക്കണം. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന വചനമാ. യാഗം കഴിക്കാൻ പറഞ്ഞു. അബ്രാഹാം എന്ത് ചെയ്തു? നമ്മളാണെങ്കിൽ പെട്ടെന്ന് കുതിർക്കെടുത്ത് പോയേ, പോയി വീണ്ടുണ്ടാവുകയോ പെട്ടെന്ന് ഷേക്കായിപ്പോഴേ, ദൈവമേ, നീ ഏകജാതനായി എനിക്ക് തന്നൊരു കുഞ്ഞാണ്, സുന്ദര കുട്ടൻ, ഈ കുട്ടനെ ഞാൻ ഇതുകൊണ്ട് യാഗം കഴിപ്പിക്കും. എത്ര പേര് ധൈര്യത്തോട് പോകും? ഒന്ന് കണ്ടറിയാം. പക്ഷേ അന്നത്തെ കാലത്ത് എന്റെ വിശ്വാസം, ഈ വചനം പഠിച്ചപ്പോൾ എനിക്ക് വിശ്വാസം തോന്നുന്നത്, അബ്രാഹാമിന് ഒരു ചഞ്ചലം ഉണ്ടായി കാണത്തില്ല, അബ്രാഹാമിന് ഒരു വിഷമവും ഉണ്ടായി കാണത്തില്ല. എനിക്കറിയാം നല്ലപോലെ. കാരണം അബ്രാഹാമിന് അറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, അവൻ വിശ്വസ്തനാ, അവൻ എന്നെ അറിയുന്നവനാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് അബ്രാഹാമിന് അറിയാം. ഹല്ലേലൂയ. 2, അബ്രാഹാമിന് അറിയുന്നത് ദൈവം സർവശക്തനെന്ന്. അബ്രാഹാമിന്റെ വിശ്വാസം എങ്ങനെയാണെന്ന് അറിയാമോ? അബ്രാഹാമിന്റെ വിശ്വാസം, അബ്രാഹാം പറയാ, ഞാൻ ഈ കുഞ്ഞിനെ കൂട്ടി അവൻ മോര്യാമലയിൽ കൊണ്ടുപോയി അവന് യാഗപീഠത്തിൽ കടത്തി, യാഗപീഠത്തിൽ അവന്റെ കൈയും കാലും കെട്ടി, അവന്റെ ശിരസിൽ മേലെ കൈവച്ച് വാളെടുത്ത് അവനെ കഷ്ടമായി അവൻ കഷ്ടമാക്കി, അവന്റെ ശരീരത്തിലേക്ക് അവൻ തീയാൽ അവനെ യാഗം കഴിപ്പിച്ചാൽ, അവൻ അഗ്നിയാൽ അവനെ യാഗം കഴിപ്പിച്ചാലും അബ്രാഹാമിന്റെ വിശ്വാസം എങ്ങനെയാണ്? ദൈവത്തെ അറിയുന്ന ജനം ഉറയ്ക്കും. അബ്രാഹാമിന്റെ വിശ്വാസം എങ്ങനെ അറിയാമോ? ഈ ഇസ്ഹാക്ക് കത്തിച്ചാമ്പലായാലും, ഒന്നുമില്ലാതായിരുന്നാലും അബ്രാഹാമിന്റെ വിശ്വാസം, കഴിഞ്ഞ കാലത്ത് ദൈവം സർവശക്തൻ, അവനില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു കൊടുക്കുന്നവൻ, ഈ കത്തിച്ചാമ്പലായ ശരീരത്തിലൂടെ വേറൊരു ഇസ്ഹാക്കിനെ സൃഷ്ടിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിവുണ്ടെന്ന് അബ്രാഹാം വിശ്വസിച്ചു. അബ്രാഹാം പിന്നീട് അവൻ കുഞ്ഞിനെ കൊണ്ടുപോയി യാഗപീഠത്തിൽ അവനെ കടത്തി, അവൻ കൈയും കാലിനെ കെട്ടി, അവൻ വാളെടുത്ത് ഓങ്ങിയിടും. ദൂരെ നിന്നൊരു ശബ്ദം, അബ്രാഹാമേ, വാലിന്റെ മേൽ കൈവയ്ക്കരുത്. അബ്രാഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ കണ്ടത്? അവൻ ഇതുവരെ കാണാത്തൊരു കാഴ്ച. അവൻ ആ ആട്ടുകുട്ടി അവൻ മുഷിൽ ഒടുങ്ങിക്കളക്കുന്നു. ഹല്ലേലൂയ. അപ്പോഴാണ് അബ്രാഹാം ഒരു പേര് വെച്ചത്. ഇതുവരെയും ഞാൻ ദൈവത്തെ അറിഞ്ഞിരുന്നത് ദൈവം സർവ്വജ്ഞാനി, എന്നെ അറിയുന്നവൻ മാത്രമായിരുന്നു. 2, ഞാൻ ദൈവത്തെ അറിഞ്ഞത് അനുഭവത്തിലൂടെ. അവൻ ദൈവം സർവശക്തൻ. കുഞ്ഞുങ്ങളില്ലാതിരുന്ന എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ ദാനമായി തന്നപ്പോൾ, അസാധ്യമെന്ന് വിചാരിച്ച സ്ഥാനത്ത് ദൈവം അങ്ങനെ സാധ്യമാക്കിയപ്പോൾ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ദൈവം സർവശക്തൻ. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ദൈവം സർവജ്ഞാനി മാത്രമല്ല, സർവശക്തൻ മാത്രമല്ല. ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കി, അവൻ കരുതുന്ന ദൈവം, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവൻ, എനിക്ക് വേണ്ടി കരുതുന്നവൻ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നവൻ, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി കരുതുന്നവൻ, നിങ്ങളുടെ മക്കളുടെ ഭാര്യ ജീവിതത്തിന് വേണ്ടി കരുതുന്നവൻ, അവൻ കരുതുന്നവനാണ്.
ഞങ്ങളുടെ വീട്ടിൽ ആകാരമില്ലായിരുന്നു. അവൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ നല്ലൊരു ആഹാരം കഴിക്കുവാൻ വളരെ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഞങ്ങൾക്ക് വഴി എന്നും കരുതുവാനിടയായിരുന്നു. നല്ല ഡ്രസ് ഇടുവാൻ ഞങ്ങൾ അവൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പല സമയത്തും അവൻ മമ്മിനടുത്ത് പറയുന്ന ഞങ്ങൾക്ക് വിഷമം. മമ്മിയെടുത്ത് പറഞ്ഞ് മമ്മി ഇല്ലാത്ത കാശ് എവിടെ ഉണ്ടാക്കും അവൻ ഞങ്ങൾക്ക് അറിയാറുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ എല്ലാം 31st ആകുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ഒരു പുതിയ ഉടുപ്പ് ദൈവം ഞങ്ങൾക്ക് തരുമായിരുന്നു. ദൈവം കരുതുന്നവനായ പ്രിയാക്കളെ, ദൈവം കരുതുന്നവനായ പ്രിയാട്ടിയെ, അനേക അനുഭവങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന പൂർവ്വപിതാക്കന്മാരുടെ അനുഭവങ്ങൾ നോക്കാം. നമ്മുടെ പഴയ കാലത്തെ പൂർവ്വപിതാക്കന്മാരുടെ അനുഭവങ്ങൾ നോക്കാം. ഇന്നത്തെ പേർ പറയുന്നു, ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അവിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ. There is a God who provides for you. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാ. എല്ലാ കണ്ണുകളും നടച്ചാട്ടെ, എല്ലാ കണ്ണുകളും നടച്ചാട്ടെ. ഒരു നിമിഷം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം